മാലയിൽ പുലിപ്പല്ല് ധരിച്ചെന്ന കേസിൽ വനം വകുപ്പ് അറസ്റ്റ് ചെയ്ത റാപ്പർ വേടനെ ഇന്ന് രാവിലെ തൃശൂരിലെ വിയ്യൂരുള്ള ജുവലറിയിൽ എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കി. വിയ്യൂരിലെ സരസ ജുവലറിയിൽ എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. പരമ്പരാഗതമായി സ്വർണ്ണപ്പണി ചെയ്യുന്ന സന്തോഷ് എന്നയാളുടെ വീടിനോട് ചേർന്നുള്ളതാണ് ജുവലറി. മുൻപരിചയമില്ല, ആരുടെയോ കെയർ ഓഫിൽ വന്നതാണ്. വേടനാണെന്ന് തനിക്ക് മനസ്സിലായിരുന്നില്ല. പുലിപ്പല്ലാണെന്നും മനസ്സിലായില്ല. കല്ല് കെട്ടാനാണെന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നത്. ശംഖ് കെട്ടുന്നത് പോലെ അമ്പലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യാറുണ്ടായിരുന്നത്. തെളിവെടുപ്പിന് ശേഷം സന്തോഷ് മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെ: പരമ്പരാഗതമായി ശംഖ്, മാല എന്നിവ കെട്ടിക്കൊടുക്കുന്ന സരസ ജ്വല്ലറിയിൽ 8 മാസം മുൻപാണ് വേടൻ എത്തുകയും പുലിപ്പല്ലുകൊണ്ടുള്ള ലോക്കറ്റ് നിർമ്മിക്കുകയും ചെയ്തത്. രൂപമാറ്റം ചെയ്യാനായി തനിക്ക് 1000 രൂപയിൽ താഴെയാണ് കൂലി തന്നതെന്നും സന്തോഷ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. പുലിപ്പല്ലാണെന്ന കാര്യം തനിക്കറിയില്ലായിരുന്നുവെന്നും സന്തോഷ് പറയുന്നു. രാവിലെ 6:30യോടെയാണ് കോടനാട് നിന്ന് വനംവകുപ്പ് സംഘം വേടനുമായി വിയ്യൂരിലേക്ക് തിരിച്ചത്. വേടന്റെ സാന്നിധ്യത്തിൽ സന്തോഷിൽ നിന്ന് സംഘം വിവരങ്ങൾ ശേഖരിച്ചു. പ്രാഥമികമായ പരിശോധനയിൽ നിന്ന് മാലയിൽ നിന്ന് കണ്ടെത്തിയ പല്ല് യഥാർത്ഥ പുലിപ്പല്ല് തന്നെയാണെന്നാണ് വനംവകുപ്പിന്റെ കണ്ടെത്തൽ. എന്നാൽ ഇതിൽ കൂടുതൽ വ്യക്തത വരുത്താനായി പല്ല് ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ്. ഇതിന്റെ ഫലം കൂടി വരാനുള്ള കാത്തിരിപ്പിലാണ് വനംവകുപ്പ്. പുലിപ്പല്ല് ശരിക്കുള്ളതാണോ എന്ന് തനിക്കറിയില്ലെന്നും ആരാധകൻ സമ്മാനിച്ചതാണെന്നുമാണ് വേടൻ പറഞ്ഞത്. പെരുമ്പാവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വേടനെ 2 ദിവസത്തേക്ക് വനംവകുപ്പിന്റെ കസ്റ്റഡിയിൽ വിട്ടിരുന്നു. തെളിവെടുപ്പിനായി കസ്റ്റഡിയിൽ വേണമെന്ന വനംവകുപ്പിന്റെ അപേക്ഷ പരിഗണിച്ചാണ് കസ്റ്റഡി അനുവദിച്ചത്. വേടന്റെ ജാമ്യാപേക്ഷ മെയ് 2-ന് കോടതി പരിഗണിച്ചേക്കും. വേടന്റെ മാനേജർ അടക്കമുള്ളവരുടെ മൊഴിയെടുക്കും. രഞ്ജിത്ത് കുമ്പടിയുടെ കാര്യത്തിലും വ്യക്തത തേടും. വിവാദങ്ങൾക്കിടെ വേടന്റെ പുതിയ ആൽബം പുറത്തിറങ്ങി. റാപ്പർ വേടന്റെ ആദ്യ പ്രണയഗാനമാണ് മോണോലോവ. വേടന്റെ ഇൻസ്റ്റഗ്രാം പേജ് പോലീസ് പരിശോധിച്ചു വരികയാണ്. രഞ്ജിത്ത് കുമ്പടി വിദേശത്താണെന്നാണ് ലഭിച്ച സൂചന. പുലിപ്പല്ല് കേസിൽ വേടനെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് വനംവകുപ്പ്.